അപ്പോൾ ജോബി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു ആവറേജ് വെലോസിറ്റിനെ പറ്റി സംസാരിക്കുന്നത് തന്നെ ഒട്ടുമിക്കവാറും കേസുകളിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ആവറേജ് വെലോസിറ്റിനെ പറ്റി പറയേണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഇപ്പോൾ ഗ്രാഫൊക്കെ വരയ്ക്കാൻ പോകണം. നമ്മളിപ്പോൾ പൊസിഷൻ വേഴ്സസ് ടൈം, വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫൊക്കെ വരയ്ക്കാൻ പോകണം. ഇതാ ഇവിടെ കണ്ടിരിക്കണമായി. അപ്പോൾ അതിന്റെ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിഫോം മോഷൻ ആദ്യം കൺസിഡർ ചെയ്യാം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഞാനൊരു വളരെ സിമ്പിൾ കേസ്, ഒരു ട്രിവിയൽ കേസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പൊസിഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിസ് ഇവിടെ പൊസിഷനാണ് ഇൻ മീറ്റേഴ്സ്, എക്സ് യൂണിറ്റ് വന്നിട്ട് മീറ്റേഴ്സ്. ഇവിടെ വൈ ആക്സിസ് എക്സ് ആണ് പൊസിഷൻ ഇൻ മീറ്റേഴ്സ്, എക്സ് ആക്സിസ് ടൈം ആണ് ഇൻ സെക്കൻഡ്സ്. ഇവിടെ വേറൊരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ വൈ ആക്സിസ് വന്നിട്ട് വെലോസിറ്റി ഇൻ മീറ്റേഴ്സ് പെർ സെക്കൻഡ്, എക്സ് ആക്സിസ് വന്നിട്ട് ഇത് ഇവിടുത്തെ മാതിരി ടൈം ഇൻ സെക്കൻഡ്സ്. ഇവിടെ നമ്മൾ ഈ ഒരു സാധനത്തിന്റെ, ഈ കാറിന്റെ പൊസിഷനെ പറ്റിയിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഈ കാറിന്റെ പൊസിഷൻ മാറുന്ന സമയം പോകുന്നതോറും അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഈ കാറിന്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം ഈ ഗ്രാഫില്. അതേമാതിരി അതിന്റെ വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. കാർ എവിടെയും പോകുന്നില്ലല്ലോ. ജോബി, ഈ ഗ്രാഫ് നോക്കൂ. ഈ ഗ്രാഫിൽ എന്താ കാണിച്ചിരിക്കുന്നത്? അതായത് 0 സമയം മുതൽ t=0 സെക്കൻഡ്സ് മുതൽ 6 സെക്കൻഡ്സ് വരെ അതിന്റെ പൊസിഷൻ 2 മീറ്റേഴ്സ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോ ഈ ഫുൾ ടൈം ഇന്റർവെല്ലില് ഇതിന്റെ പൊസിഷൻ മാറുന്നേ ഇല്ല, അല്ലേ? 2 മീറ്റേഴ്സിൽ തന്നെയാണ്. അപ്പൊ എങ്ങനെ കാർ എവിടെയെങ്കിലും പോവാ? അതുകൊണ്ടാണ് കാർ ഇവിടെ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്നത്. ഓ, ശരി. പക്ഷേ ഞാൻ ഇത് കാണിക്കാൻ കാരണം എന്താ അറിയോ? നിങ്ങള്, അതായത് ജോബി അതേമാതിരി മറ്റുള്ളവരൊന്നും ഈ ഗ്രാഫിൽ കാണിച്ച സാധനവും ആക്ച്വൽ മോഷൻ തമ്മിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഞാൻ നേരത്തെ ഗ്രാഫ്സിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ പറഞ്ഞു, ഗ്രാഫ് കാണിക്കുമ്പോൾ ഒരു ഗ്രാഫ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ കൂടെയാണ് പാർട്ടിക്കിൾ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഒന്നും കൂടെ പറഞ്ഞു, പാർട്ടിക്കിൾ റോഡ് കൂടെയാണ് പോണത്, അല്ലാണ്ട് കാറ്, ഫോർ എക്സാമ്പിൾ കാർ റോഡ് കൂടെയാണ് പോണത്. ഗ്രാഫ് എന്ന് പറയുന്നത് അതിന്റെ ഒരു തരം റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ 2 തരം ഗ്രാഫ് ഉണ്ട്. ഓരോ ഗ്രാഫിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ വേറെയാണ്. ഇത് പൊസിഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ്. ഇതിൽ നമ്മൾ കാണുന്നത് ഓരോ സമയത്തും അതിന്റെ പൊസിഷൻ എന്താണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫാണ്. ഇത് കാണിക്കുന്നത് ഇതിന്റെ ഓരോ സമയത്തും ഇതിന്റെ വെലോസിറ്റി എന്താണെന്ന് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ സ്റ്റോപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ സെക്കൻഡിൽ അതിന്റെ പൊസിഷൻ 2 മീറ്റേഴ്സ്, മൂന്നാമത്തെ സെക്കൻഡിലെ പൊസിഷൻ 2 മീറ്റേഴ്സ്, നാലാമത്തെ സെക്കൻഡിലെ പൊസിഷൻ 2 മീറ്റേഴ്സ്. അപ്പൊ എല്ലാ സമയത്തും ഇതിന്റെ പൊസിഷൻ 2 മീറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് കാർ എവിടെയും പോവാത്തത്. അപ്പൊ ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്താണ്, അവിടെ ഒരു നീല വരയുണ്ട്. അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. ഇവിടുത്തെ നീലവര ഈ 2-ലുള്ള മാതിരി ഇവിടുത്തെ നീലവര 0-ലാണ്. ഓക്കെ, അപ്പൊ ഇതെന്താ പറയണത്? എല്ലാ സമയത്തും, അതായത് 0 സെക്കൻഡ്സ് മുതൽ 6 സെക്കൻഡ്സ് വരെ ഇതിന്റെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അതാണ് വേറൊരു കാരണം. അതായത് കാർ എവിടെയും പോകാത്തതിന് വേറെ കാരണം അതിന്റെ വെലോസിറ്റി 0 ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഈ ഒരു കേസില് നമ്മള് ഇതിന്റെ ഈ കാർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ എടുക്കാം. ഈ കാറിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് ഇതിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ വന്നിട്ട് എക്സ്, ഇത് 1 ഡയമെൻഷണൽ മോഷൻ ആണ് കേട്ടോ. അപ്പൊ എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. എക്സ് ഈസ് ഈക്വൽ ടു 2. കഴിഞ്ഞു. എല്ലാ സമയത്തും എക്സ് ഈക്വൽ ടു 2. ഇതാണ് ഇതിന്റെ പൊസിഷൻ. ഇതിന്റെ വെലോസിറ്റിയോ? വെലോസിറ്റി ആവറേജ് വെലോസിറ്റി, ഏത് വെലോസിറ്റി ആയാലും ശരി, ഈ വെലോസിറ്റി 0 ആണ്. 0 മീറ്റേഴ്സ് പെർ സെക്കൻഡ്, ഇത് 2 മീറ്റേഴ്സ്. അപ്പോ ഈ ഒരു വളരെ ട്രിവിയൽ കേസിൽ ഇത് രണ്ടുമാണ് ഈ പാർട്ടിക്കിളിന്റെ, അതായത് ഈ കാറിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പോ ഇത് ഏറ്റവും സിംപിളസ്റ്റ് കേസ്, ട്രിവിയൽ കേസ്. ഇനി നമുക്ക് കുറച്ചും കൂടി നോൺ ട്രിവിയൽ കേസ് എടുക്കാം. അതും സിമ്പിൾ കേസ് ആയിരിക്കും, പക്ഷെ അത് നോൺ ട്രിവിയൽ ആയിരിക്കും. ഓക്കെ,
കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ. ഓക്കെ, ഇത് നമുക്കൊരു ചെറിയൊരു വളരെ സിമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് തുടങ്ങാം. ഇതാണ് പ്രോബ്ലം. A particle moving with a constant velocity of 5 meters per second is at x equal to 5 meters at t equal to 0 seconds. What is its displacement in 6 seconds? What is its position after 6 seconds? Draw position versus time and velocity versus time graphs. Okay, ഞാൻ ആ ഗ്രാഫ് കാണിക്കുന്നതിന് മുമ്പ് നമുക്കിത് നമ്മൾ പഠിച്ചിരിക്കുന്ന ആവറേജ് വെലോസിറ്റിന്റെ ഫോർമുല വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ആവറേജ് വെലോസിറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം വി ആവറേജ്, ഇവിടെ വി ആവറേജും കോൺസ്റ്റന്റ് വെലോസിറ്റി ചെയ്തുകൊണ്ട് ആവറേജ് വെലോസിറ്റി തന്നെയാണ്, ആവറേജ് വെലോസിറ്റി തന്നെയാണ് ആ മോഷന്റെ കോൺസ്റ്റന്റ് വെലോസിറ്റിയും. കാരണം ഒരു സാധനത്തിന്റെ വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ ആവറേജും അതിന്റെ ആ വെലോസിറ്റി എല്ലാം സെയിം ആണ്. അപ്പൊ വി ആവറേജ്, ഇപ്പൊ ഞാൻ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് ഞാൻ വി ആവറേജിനെ വി തന്നെ എഴുതാൻ പോണു കേട്ടോ. ഇത് കോൺസ്റ്റന്റ് ആണ്, ആ മോഷന്റെ മൊത്തം ടൈമില് ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആവറേജ് തന്നെയാണ് ആ കോൺസ്റ്റന്റ്. ഇതെന്താണ് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അപ്പോ ഡെൽറ്റ എക്സ് എന്താണ്? ഡെൽറ്റ എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ ടിയോ ഈ ഡിസ്പ്ലേസ്മെന്റ് നടപ്പാക്കാൻ എടുത്ത ടൈം ഇന്റർവെല്ലാണ് ഡെൽറ്റ ടി. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഡെൽറ്റ എക്സ്, അതായത് ഡിസ്പ്ലേസ്മെന്റ്, ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോ ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? 5 meters per second. അപ്പോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഡെൽറ്റ ടി തന്നിട്ടുണ്ട്. എത്രയാണ്? 6 seconds. 6 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ 5 ഇൻറ്റു 6 ഈക്വൽ ടു 30 meters. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ട് 30 meters ആണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ ആഫ്റ്റർ 6 seconds? ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്, അത് നമുക്കറിയാം. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തപ്പോൾ ഞാൻ ഡെൽറ്റ എക്സിനെ x2 മൈനസ് x1, x2 ഫൈനൽ പൊസിഷൻ, x1 ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്രാവശ്യം x2നെ x എന്നും x1നെ x0 എന്നും വിളിക്കാൻ പോകണം. അപ്പൊ ഡെൽറ്റ എക്സിനെ ഞാൻ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x0. x0 ആണ് ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ അറ്റ് ടൈം t ഈക്വൽ ടു 0. എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആഫ്റ്റർ എ ടൈം t. അപ്പോ എക്സ് മൈനസ് x0 ഈസ് ഈക്വൽ ടു 30 meters. ഡെൽറ്റ എക്സ് 30 meters അല്ലേ? അപ്പോ എക്സ് ഈസ് ഈക്വൽ ടു x0 പ്ലസ് 30. x0 നമുക്ക് തന്നിട്ടുണ്ട്. A particle moving with a constant velocity of 5 meters per second is at x is equal to 5 at t equal to 0. അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ, അതായത് t equal to 0 സമയത്ത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ 5 meters ആണ്. അപ്പൊ x0 പറഞ്ഞത് 5 meters ആണ്. അപ്പോ ദിസ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 35 meters. അപ്പോ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ 6 seconds കഴിയുമ്പോൾ 35 meters ആണ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 30 meters ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ട് 30 meters ആണ്. ഓക്കെ, ഇനി ഞാനത് ഇതിനെ കുറച്ചും കൂടെ ജനറൽ ആയിട്ട് എഴുതാം. അതായത് ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി എന്നല്ലേ? അപ്പൊ ഞാൻ അതിനെ ഡെൽറ്റ എക്സ് ഇസ് എക്സ് മൈനസ് x0. എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം ഇന്റർവെൽ. നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? 0. അപ്പോ ഒരു ടൈം ടി ആണെങ്കിൽ ടൈം ഇന്റർവെൽ വന്നിട്ട് ടി മൈനസ് 0. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടൈം 0 ആണ്, ഇപ്പോഴത്തെ സമയം ടി ആണെന്ന് വെക്കുക. ആ സമയത്തിലുള്ള പൊസിഷനാണ് എക്സ്. ടൈം ടിയിലുള്ള പൊസിഷനാണ് എക്സ്. ടൈം ടി ഈക്വൽ ടു 0 പൊസിഷനാണ് x0. എക്സ് മൈനസ് x0 ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി മൈനസ് 0. ഓക്കെ, ഇതാണ് ഡെൽറ്റ ടി. ഓക്കെ, ഇതാണ് ഡെൽറ്റ ടി.
അപ്പൊ എന്താ നമുക്ക് കിട്ടുക? എക്സ് ഈസ് ഈക്വൽ ടു x0 പ്ലസ് v ഇൻറ്റു ടി. എക്സ് എന്താണ്? എക്സ് ഇസ് എ പൊസിഷൻ അറ്റ് ടൈം ടി. ഓക്കെ, ഇനി നമ്മൾ സ്ട്രേറ്റ് ലൈനെ പറ്റിയിട്ട് കുറെ പഠിച്ചില്ലേ? അപ്പോൾ അത് ഒന്ന് ഓർമ്മിക്കുക. ആ സ്ട്രേറ്റ് ലൈനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോം സ്ട്രേറ്റ് ലൈൻ്റെ ഏതാണ്? y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഞാൻ ഇതിനെ ആ ഫോമിൽ എഴുതാൻ പോകണം. എക്സ് ഈസ് ഈക്വൽ ടു വി ടി പ്ലസ് x0 എന്ന് എഴുതണം. അപ്പൊ ഇത് കമ്പയർ ചെയ്യൂ. ഇത് നമ്മളിപ്പോ ഒരു y വേഴ്സസ് എക്സ് ഗ്രാഫിനാണ് ഈ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ എക്സ് വേഴ്സസ് ടി ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ എക്സിന് പകരം ടി ആണ്. ഇവിടുത്തെ എക്സിന് പകരം നമ്മുടെ ഇപ്പോഴത്തെ എക്സ് എന്ന് പറയുന്നത് ടി ആണ്, നമ്മുടെ ഇപ്പോഴത്തെ വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോ വൈ വേഴ്സസ് എക്സ് ഗ്രാഫ് വരയ്ക്കുന്ന മാതിരി ഒരു എക്സ് വേഴ്സസ് ടി ഗ്രാഫ് വരച്ചാൽ ഇതും നമുക്ക് കമ്പയർ ചെയ്യാം അല്ലെ? വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയും എക്സ് ഇസ് ഈക്വൽ ടു വി ടി പ്ലസ് x0 കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് സ്ലോപ്പ്. ഇവിടെ എന്താണത്? വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി. അതാണ് സ്ലോപ്പിന്റെ ഇവിടുത്തെ ഫിസിക്കൽ മീനിങ്. ഓക്കെ, ഇപ്പൊ വി ആണ് എം, കണ്ടോ? വി ആണ് എം, വൈ ആണ് എക്സ്, ടിയും എക്സും, അപ്പോ വൈ ഇന്റർസെപ്റ്റും x0. അപ്പോ ഇവിടുത്തെ സ്ലോപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റന്റ് വെലോസിറ്റി v. അപ്പോ y ഇന്റർസെപ്റ്റോ? ആ y ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആ ഇക്വേഷന്റെ y ഇന്റർസെപ്റ്റ് ആണ് ഇവിടുത്തെ x0. x0 എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ. അപ്പോ c ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ C is equal to initial position equal to x0. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഈ y is equal to mx plus c ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞത്. കാരണം x is equal to ഇപ്പോൾ ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷനില് എക്സ് വേഴ്സസ് ടി ഇക്വേഷൻ വന്നിട്ട് y is equal to mx plus c അതേ ഫോമാണ്, y is equal to mx plus c ഫോം. ഓക്കെ, ഞാൻ ഇനിയിപ്പോ ആ ഗ്രാഫ് കാണിച്ചു തരാം. ഇതാ, ഓക്കെ, ഇതാ എക്സ് വേഴ്സസ് ടി ഗ്രാഫ്. ഇത് അതേമാതിരി വി വേഴ്സസ് ടി ഗ്രാഫ് ഉണ്ട്, നമ്മുടെ കാറും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇനീഷ്യൽ പൊസിഷൻ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കാറ് 5 മീറ്റേഴ്സിലാണ് പറഞ്ഞു. അതാണ് ഈ കാറിനെ ഞാൻ ഇവിടെ 5 മീറ്റേഴ്സിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ എക്സ് ഇസ് ഇക്വൽ ടു വി ടി പ്ലസ് x0 ഗ്രാഫ്. ഇവിടെ എന്താണത്? ഇത് ഈ ഗ്രാഫ് എന്താണത്? x ഈസ് ഇക്വൽ ടു വി പറയുന്നത് 5 ആണ്, 5t c x0 എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് എന്താണത്? അതും 5 മീറ്റേഴ്സ്, സ്റ്റാർട്ടിങ് അറ്റ് 5 മീറ്റേഴ്സ് എന്നല്ലേ? അപ്പൊ 5t പ്ലസ് 5. അപ്പൊ ഈ എക്സ് വേഴ്സസ് ടി ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, യൂണിഫോം മോഷൻ ആയതുകൊണ്ട്, കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ ആയതുകൊണ്ട്. അതിന്റെ ഇക്വേഷനാണ് ഇതാ ഇതിരിക്കുന്നത്. എന്താ ഈ സാധനം? എക്സ് ഇസ് ഇക്വൽ ടു 5t പ്ലസ് 5 ആണ് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇത് എവിടുന്ന് കിട്ടി? y ഇസ് ഇക്വൽ ടു എം എക്സ് പ്ലസ് സി ഉള്ള എന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഫോം വെച്ചിട്ടാണ് ഇത് കിട്ടിയത്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഇതപ്പോ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്, കാരണം വൈന് പകരം എക്സ് ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതാ ഈ പോയിന്റും എടുക്കാം. അപ്പോ ഡെൽറ്റ ടി is equal to 2 seconds. Delta x is equal to 15 minus ഇത് 15 അല്ലേ? ഓക്കെ,
അല്ല സോറി, ഇതാണ് കേട്ടോ. സോറി, ഞാൻ നമ്മുടെ ഇത് ഡെൽറ്റ എക്സ് ഇവിടം വരെയുള്ളൂ. ഓക്കെ, ഡെൽറ്റ എക്സ് നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡെൽറ്റ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെൽറ്റ എക്സ്. അപ്പോ 15 മൈനസ് 5 ഈക്വൽ ടു 10 മീറ്റേഴ്സ്. അപ്പോൾ ഡെൽറ്റ ടി 2 സെക്കൻഡ്സ്, ഡെൽറ്റ എക്സ് 10 മീറ്റേഴ്സ്. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 10/2 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അതന്നെ നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യണത്, ആ കാർ മൂവ് ചെയ്യണതെന്ന് നമുക്ക് നമ്മുടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമുക്ക് സ്ലോപ്പ് നിന്നും കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് കാണണമെങ്കിൽ കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഈ കാറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്, ഈ ഗ്രാഫില് ഈ കാറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് അതും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15 ഇവിടെയും 15, ഇത് 20 മീറ്റേഴ്സ് ആകുമ്പോൾ ഇത് 25 ആകുമ്പോൾ ഇതാ 25, ഇത് 35, അല്ല സോറി 30, ഇത് 35. ഓക്കെ, ഇനി വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് നോക്കാം. വെലോസിറ്റി വേഴ്സസ് ഒന്നും കൂടെ ചെയ്യാം നമുക്ക്. വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി എല്ലാ സമയത്തും 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. കണ്ടോ? അപ്പോ നേരത്തെ ജോബ് ചോദിച്ചില്ലേ കാർ എവിടെയും പോകണില്ല എന്ന്. ഇതപ്പോ ഇവിടെ കാർ പോകണ്ടല്ലോ. കാരണം ഇവിടെ പൊസിഷൻ കോൺസ്റ്റന്റ് അല്ല, പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊസിഷൻ എവിടുന്ന് ഏതുവരെ മാറുന്നുണ്ട്? 5 മീറ്റേഴ്സ് നിന്ന് 35 മീറ്റേഴ്സ് വരെ യൂണിഫോം ആയിട്ട്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാറണ മാതിരി യൂണിഫോം ആയിട്ട് മാറുന്നുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ ഒരേ അളവിൽ ഇങ്ങനെ അതിന്റെ പൊസിഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ വരും. എത്ര അളവിലാണ് അത് ഇൻക്രീസ് ആവണത്? 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് അളവിലാണ് ഇതിന്റെ പൊസിഷൻ യൂണിഫോം ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സമയത്തും 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് അളവിൽ ഇതിന്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി, ഈ ഗ്രാഫ് ശ്രദ്ധിക്കുകയാണെങ്കിലേ, ഈ ഒരു റെക്ടാംഗിൾ എടുത്താലേ, അതായത് ഈ റെക്ടാംഗിൾ, അത് ഇതും എടുത്താല്, ഈ റെക്ടാംഗിൾ എടുത്താല് ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ഹൈറ്റ് ഇൻറ്റു ബ്രെത്ത് അല്ലെ? ഹൈറ്റ് എത്രയാണ്? 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ബ്രെത്ത് എത്രയാണ്? 6 സെക്കൻഡ്സ്. അപ്പോൾ ഇതിന്റെ ഏരിയ ഓഫ് ഗ്രാഫ് അണ്ടർ V is equal to, അതായത് ഈ ഏരിയ കേട്ടോ, ഈ ഏരിയ ഓഫ് ഗ്രാഫ് അണ്ടർ V, ഇത് വെലോസിറ്റി ഗ്രാഫിന്റെ അടിയിലുള്ള ഇത് എത്രയാണത്? 5 into 6 ഈക്വൽ ടു 30. ഇത് എത്രയാണ് യൂണിറ്റ്? 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്. ഓക്കെ, ഇത് മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഇത് മീറ്റേഴ്സ് പെർ സെക്കൻഡ്, കാരണം ഇത് മീറ്റേഴ്സ് പെർ സെക്കൻഡ് അല്ലേ, ഇത് സെക്കൻഡ് അല്ലേ. അപ്പോൾ സെക്കൻഡും ക്യാൻസൽ ആയിട്ട് 30 മീറ്റേഴ്സ് വരും. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഒരു റിലേഷൻ നമുക്ക് അല്ല, ഈ ഒരു ഇക്വേഷൻ, ഈ റിലേഷൻ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ ആണ്. പക്ഷേ നമ്മൾ പിന്നെ പഠിക്കും ഈ ഒരു റിലേഷൻ ജനറൽ ആണ്. അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിലും കൂടി ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ബി ദ ഡിസ്പ്ലേസ്മെന്റ്. ഇത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ എന്താണ് ജോബി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യൂ. അതായത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷനിൽ എക്സ് വേഴ്സസ് ടി ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി, ആ കോൺസ്റ്റന്റ് വെലോസിറ്റി. അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റാണ് ആ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. പിന്നെ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അതെ, ഇതാണ് ഇതിന്റെ സമ്മറി. ഓക്കെ, ശരി. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്താം. വേറെ എക്സാമ്പിൾ
ഇതേമാതിരി യൂണിഫോം മോഷൻ്റെ വേറെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.